നമ്മള് പ്രശ്നമില്ലാന്നും പറയില്ല, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഫാമിലിയിൽ സപ്പോർട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും ഫാമിലി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ഞങ്ങൾ ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനില്ല. ഫാമിലി ഒക്കെ നമുക്ക് ഉണ്ട്. നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഉള്ളെന്ന് ചെയ്യല്ലാണ്ട് പുറത്തൊരാൾ നമ്മളെ റൊമാൻറ്റിക് ആയിട്ട് പിന്നെ എന്നോട് പറയുന്നത് വീഡിയോ അല്ലേ, വീഡിയോ ചെയ്ത് കാണിക്കല്ലേ, അപ്പൊ നമ്മൾ എല്ലാ രീതിക്കുള്ള വീഡിയോ ചെയ്യണം, അങ്ങനെ നിന്നൊടുക്കണം. ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആരെങ്കിലും മീൻസ് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ യൂട്യൂബിലോട്ട് നിങ്ങൾ? അതിപ്പോഴും ഉണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതാ നമ്മള് ബ്ലോഗില് ഞങ്ങൾ രണ്ടാളും ഒരു ഫാമിലി ബ്ലോഗ് എന്ന് പറയുമ്പോ ഒരു വീട്ടിൽ ഉമ്മ ഉണ്ടാവും, എല്ലാരും അടങ്ങിയിട്ടുള്ള ബ്ലോഗ് അല്ലേ ഫാമിലി ബ്ലോഗ് എന്ന് പറയുമ്പോ. പക്ഷെ നമ്മള് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെമി, ഞാന്, ഐഷു, അങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ കാണിക്കുന്നത്. നമ്മളെല്ലാരും ഉള്ള വീട്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ ആ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്ന വീഡിയോ ഞങ്ങൾ മാത്രമേ ഉണ്ടാവും, കാരണം അവർക്കൊന്നും ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മളതിന് ആരെയും അങ്ങനെ വെറുതെ ഇതാക്കല്ല ആണ് അല്ലെ. എല്ലാരും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ചാല് പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ്. ഓക്കെ, ഇത്ര ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ വിഷമിപ്പിച്ച, അത്രയും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ്? എന്തായിരുന്നു അത്? എന്താ വെച്ചാല് ഫസ്റ്റ് എന്റെ അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു. ഫസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ടൈമിനാണ് അമ്മച്ചിക്ക് ക്യാൻസർ എന്ന് കേൾക്കുന്നത്. പിന്നെ അങ്ങോട്ടൊക്കെ സഹിക്കാൻ തയ്യാറായി. പിന്നെ അങ്ങോട്ടൊക്കെ ഇൻസിഡന്റ് ആണ്, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഉമ്മയുടെ ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതില് ഇപ്പം ഉമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു ഈ മാരേജിലേക്ക് വന്ന സമയം? ഉമ്മ മരിച്ചതിന് ശേഷം കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പം ഇത്തടെ ഫാമിലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഫാമിലി ഉമ്മ രണ്ടാളും മരിച്ചുപോയി, രണ്ടാൾക്ക് സുഖമില്ലാണ്ടായി. പിന്നെ 2 കാക്കമാരും 2 താത്തമാരും ഉണ്ടായിരുന്നു. സിബ്ലിങ്സ് ആയിട്ട് അവര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഷഫീഖടയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്? ഉണ്ടായിരുന്നു. സപ്പോർട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും തന്നെ സ്റ്റിൽ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോ എപ്പോഴെങ്കിലും അവരിങ്ങനെ മാറിയിട്ട് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവോ? ആര് മാറിയിട്ട് വരുന്നത്? ഫാമിലി കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുവാണെങ്കിൽ ഫാമിലി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ഞങ്ങൾ ഇനി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനില്ല. ഫാമിലി ഒക്കെ നമുക്ക് ഉണ്ട്. ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്ത ഫാമിലി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അത്ര നിർബന്ധമില്ല. അങ്ങനല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ചിരിച്ചാണ് ആൻസർ ചെയ്യുക അല്ലേ? ഭയങ്കരമായിട്ടും കൂൾ മൈൻഡ്. എനിക്കറിയാം ഉള്ളിൽ കുറെ വിഷമങ്ങളൊക്കെ ഉള്ള നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ അതൊരു എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പലരും പറയാറുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് വീഡിയോസിന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. നിങ്ങൾ വായിക്കാറുണ്ടായിരുന്നല്ലോ കമന്റ് ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഉണ്ടല്ലോ. അപ്പൊ അതിനെന്താണ് പറയാനുള്ള? ശരിക്കും അങ്ങനൊന്നുമില്ല. നമ്മള് എന്താ ഷെഫിനെ പറയണ്ടേ, നമ്മള് തെറ്റിയാലൊന്നും ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല. നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റൂല. എത്ര പൈസ തരാന്ന് പറഞ്ഞാലും ചിലപ്പോ അഭിനയാന്ന് പറഞ്ഞാലും ഉള്ളത്തെ സാധനം പുറത്ത് വന്നു എനിക്ക് എന്തായാലും വരും. ഇവിടെ ആളാണ്, തീരെ പറ്റൂല. പക്ഷെ നമ്മള് പ്രശ്നമില്ലാന്നും പറയില്ല, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കുറെ ആൾക്കാർ പറയുന്ന കേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പി. അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? സാധാ ഒരു നോർമൽ ലൈഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങൾ. അതിപ്പോ ഏത് ഫാമിലി ആയാലും അങ്ങനെ തന്നെ അല്ലേ? ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? അത്രയൊക്കെ ഉള്ള പ്രശ്നമൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇത്ത പിണങ്ങിയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടോ? പിന്നെ അല്ല അവള് ഞാൻ വീഡിയോ അതല്ല കമന്റ് പറയുമ്പോൾ തന്നെ സംഭവം ശരിയാണ്. ചിലതൊക്കെ ഞാൻ എന്താ താണാളോ എന്താ വെച്ചാൽ നാളെ വീഡിയോ എടുക്കുന്നത്. കൊണ്ട് കൊറേ കച്ചറ ഒഴിവാണ്ട് കേട്ടോ. ആണ്. അപ്പൊ നാളെ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊറേ ക്ഷമിച്ചു. വേറെ കാര്യം മനസ്സിലായി. എന്ത് വലിയ പ്രശ്നം ഒരാളങ്ങ് താന്നാ ആടെ പ്രശ്നമല്ല. പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്തിനാണ് നാളെ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നല്ലേ? ഓക്കെ.